സംസ്ഥാനത്തെ ലഹരി വ്യാപനം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. ഈ മാസം 24 നടക്കുന്ന യോഗത്തിൽ എക്സൈസ്, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കും. DGP, എക്സൈസ് കമ്മീഷണർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുക്കും. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, കഴിഞ്ഞ ദിവസം സഭയിൽ പ്രത്യേക ചർച്ച നടന്ന ഘട്ടത്തിൽ തന്നെ പ്രത്യേക യോഗം വിളിക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നതാണ്. അതിന്റെ തീയതി നിശ്ചയിക്കുകയാണോ? ഏതൊക്കെ വകുപ്പുകളാണ് ചർച്ചയിലുണ്ടാവുക? സ്മൃതി, ഈ മാസം 24-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം, ഇതുവരെ സ്വീകരിച്ച വിവിധ വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ എന്താണ് എന്നിവ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ വകുപ്പുകൾക്ക് ഈ ഉത്തരവ് പോവുകയും ചെയ്തിട്ടുണ്ട്. 24-ാം തീയതി രാവിലെ 11 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലഹരി വ്യാപനം തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എക്സൈസ്, സാമൂഹിക ക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ മന്ത്രിമാരും വിവിധ ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. DGPയും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ്, എക്സൈസിന്റെ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യുവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇതുവരെ ഈ വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ എന്ത് എന്നുള്ളത് ക്രോഡീകരിക്കുവാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥர்கள் താഴെത്തട്ടിലേക്ക് ഈ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ഒരു ലഹരി വ്യാപനം നടക്കുന്നു എന്നുള്ളതാണ്. കോളേജുകളിലും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഹരി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇത് എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സ്മൃതി.